ഹലോ നമസ്കാരം. അന്നോസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നറിയോ? ഞാൻ പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇത് കണ്ടപ്പോൾ മനസ്സിലായോ എന്താ സാധനം എന്നുള്ളത്? ഇല്ലല്ലേ? അപ്പോൾ ഈ സാധനം ആക്കാൻ പോകുന്നൊരു സാധനത്തിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്താ സാധനം എന്ന് മനസ്സിലായല്ലോ? അതെ, ഇഡ്ഡലിയാണ്. അപ്പം നമ്മൾ എല്ലാവരെയും വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആക്കിയാൽ എന്തായാലും ഇഡ്ഡലി ബാക്കി ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ബാക്കിയുള്ള ഇഡ്ഡലി വെച്ചിട്ട് ഒരു അടിപൊളി ഫ്രൈഡ് സ്നാക്കാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആ ഫ്രൈഡ് സ്നാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്കിയുള്ള ഇഡ്ഡലിയെല്ലാം ഞാൻ നേർങ്ങനെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഇഡ്ഡലി ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടായി എടുത്ത് അടുപ്പത്ത് വെക്കാം. കഴിയുന്ന ചെറിയ കടായി എടുക്കാൻ ശ്രമിക്കുക, കാരണം ഇത് ഓയിൽ ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി ഓയിലിനെ കുറയ്ക്കണ്ടെങ്കിൽ ചെറിയ കടായി എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ ആണ്. അപ്പോൾ കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള ഓയിലിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാകണം. അപ്പോൾ ആ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ഞാനിവിടെ കോക്കനട്ട് ഓയിലായിട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലി ഞാൻ അതിൻ്റെ അകത്തേക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഉപ്പോ മുളകോ മഞ്ഞളോ ഒന്നും ഇടാണ്ട് ഇഡ്ഡലി ഡയറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന ടൈം ഇഡ്ഡലി ചിലപ്പം തമ്മാമിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതൊരു സ്ലോട്ടഡ് സ്പൂൺ വെച്ചിട്ട് കുറച്ച് മൂവ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്തായാലും ഒരു ഗോൾഡനിഷ് ബ്രൗൺ ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കളറ് ചേഞ്ച് ആകുന്നതിനനുസരിച്ചിട്ട് ആ സ്ലോട്ടഡ് സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് ടേൺ ചെയ്തുകൊണ്ടേ നിൽക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു ഗോൾഡനിഷ് ബ്രൗൺ ആകുമ്പോൾ മാത്രമേ ഓയിലിൽ നിന്ന് ഇഡ്ഡലി റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഏകദേശം ഗോൾഡനിഷ് ബ്രൗൺ ആയതിനു ശേഷം നമുക്കത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇഡ്ഡലി ഏകദേശം ഗോൾഡനിഷ് ബ്രൗൺ ആയിട്ടുണ്ട്, അതായത് നമ്മളെ ഇഡ്ഡലി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ഇഡ്ഡലി കട്ട് ചെയ്ത് വെച്ചതും കൂടി നമുക്കിതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇഡ്ഡലി കഴിക്കാത്ത ആൾക്കാരും കൂടി ഇഡ്ഡലി എന്തായാലും കഴിക്കും. ഈവനിങ് അവർക്ക് മനസ്സിലാകുക പോലുമില്ല ഇത് ഇഡ്ഡലിയാണെന്ന്. ഇതിൻ്റെ കൂടെ ഒരു മിന്നിൻ്റെ ചട്നിയും കൂടിയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഈ ഇഡ്ഡലി ഫ്രൈ ആകുന്ന ടൈം നിങ്ങൾ അഥവാ നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ സെക്കൻഡ് സെറ്റ് ഇഡ്ഡലിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി നല്ല അടിപൊളി ഇഡ്ഡലി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറന്നു പോകരുതേ. എന്തായാലും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, സിമ്പിൾ നമ്മളെ ഇഡ്ഡലി മാത്രം മതിയല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാനും മറന്നു പോകരുത്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. വീണ്ടും ഒരു നല്ല റെസിപ്പി ഉടനെ തന്നെ കാണുന്നവരെ ബൈ ബൈ.